നമ്മള് 5.25 ലക്ഷം റുപ്യക്ക്. ഓക്കെ, 5.25 ലക്ഷം റുപ്യക്ക് നമുക്കൊരു പ്രീമിയം വണ്ടി, അതും സി ക്ലാസ് ബെൻസ് സ്വന്തമാക്കാം. എത്ര കൊടുക്കാം? നമ്മളിപ്പോ ചോദിക്കുന്നത് 8.65 ആ, എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. പുതിയതിനിപ്പോ 10ന്റെ മുകളിൽ വരുന്നുണ്ടോ? ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫോർച്യൂണർ സ്വന്തമാക്കാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു പോപ്പുലർ കാസ് കോട്ടക്കല്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റോക്കുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇതാ പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. ബെൻസിന്റെ നല്ല റെഡ് കളറിൽ എ ക്ലാസ് ഉണ്ട്, പിന്നെ ഇതാ ഇ ക്ലാസിന്റെ 2 വരുന്നുണ്ട്. സി ക്ലാസ് നോക്കുകയാണെങ്കിൽ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഫോർച്യൂണറിന്റെ ഒരു ചെറിയ കളക്ഷൻ കാണാൻ സാധിക്കും. പിന്നെ ഇതാ കിയന്റെ സോണറ്റ് ഉണ്ട്, പിന്നെ ജാസ് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ ചെറിയ വണ്ടി നോക്കുന്നവർക്ക് ആൾട്ടോ പുതിയ മോഡൽ ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ വന്നിട്ട് എറ്റിയോസ്, പിന്നെ ഇതാ i20, വെർണ, XUV, സ്വിഫ്റ്റ്, കൊറോള, അൾട്ടീസ്, 7 സീറ്റർ നോക്കുന്നവർക്ക് എർട്ടിക തുടങ്ങിയ എല്ലാ ഇനം വണ്ടി. ഫാരിസ്ക മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഷോറൂമിലെ ലൊക്കേഷൻ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. മലപ്പുറം കോട്ടക്കല് ചങ്കുവട്ടി. പാലത്തറ എന്നാണ് നമ്മൾ സ്പോട്ടിന്റെ പേര്. അപ്പൊ ഷോറൂമിന്റെ പേര് പോപ്പുലർ കാർ വേൾഡ്. ഇപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കുമോ? അതെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? 10-50 വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ഉണ്ടല്ലേ? നമ്മുടെ വീഡിയോ ഒരു 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഫോർച്യൂണർ 10-15 ഫോർച്യൂണർ എന്തായാലും സോൾഡ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാരണം. അത്രയും ട്രസ്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടാൽ പുറത്തുനിന്ന് വണ്ടികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രീ വണ്ടി, കേരള വണ്ടി ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ചെറിയ റേറ്റിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ പറയുന്ന പ്രൈസ് ഒന്നും ഫിക്സ്ഡ് പ്രൈസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ മാക്സിമം ഓഫർ കൊടുക്കണം, കാരണം റമദാനൊക്കെ വരികയാണ്. റേറ്റ് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. റേറ്റിൽ പ്രശ്നത്തിൽ നമ്മൾ കസ്റ്റമർ പോകില്ല, തെറ്റിപ്പോകില്ല, അതിൽ നമ്മൾ ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജാസ് ഓട്ടോമാറ്റിക്കലി അങ്ങ് തുടങ്ങാം. ലേഡീസിന് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്ന വാഹനമല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത് 2019 മോഡലാണ്. 19 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാട്ടോ. ഡോക്ടർ യൂസ് നമ്മള് എടുത്തു പറയാണ്. KL50 രജിസ്ട്രേഷൻ വരുന്നത്. മണ്ണാർക്കാടാണ് വണ്ടി. പിന്നെ 1.2 VX അല്ലേ? കിലോമീറ്റർ 81,000 അല്ലേ? സർവീസ് ഒക്കെ അവൈലബിൾ ആണോ വണ്ടി? ഇതിന് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. വണ്ടി കാണാൻ തിരക്കേടൊന്നുമില്ല. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ VX അല്ലേ? ഫുൾ ഓപ്ഷൻ. ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. പാഡൽ ഷിഫ്റ്റ് അടക്കം വരുന്ന വണ്ടിയാണല്ലേ? എത്ര കൊടുക്കാം? 760 എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ കിട്ടും ഇതിന്? ലോൺ കിട്ടില്ല. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. മെയിൻ്റെനൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു SUV സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനമാണ് കിയ സോണറ്റ്. ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത്? ഇത് 2020 മോഡലാണ്. 2020. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, IMT ഗിയർ ബോക്സ് അല്ലേ? ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ ഒരു 23,000 ഓടിയ ടയർ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡീസലോ പെട്രോളോ? പെട്രോൾ അല്ലേ? അപ്പൊ മൈലേജ് ഒരു 12 പ്രതീക്ഷ മതി. അപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും പുതിയ വണ്ടിയുടെ ഇന്റീരിയർ പോലെ തന്നെയാണ്, കാരണം ചുരുങ്ങിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എയർ ബാഗ്, സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം? നമ്മളിപ്പോ ചോദിക്കുന്നത് 8.65. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി. പുതിയതിനിപ്പോ 10ന്റെ മുകളിൽ വരുന്നുണ്ടോ? ആ റേഞ്ച് വരുന്നുണ്ടല്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫോർച്യൂണറുകളിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളും, ഫോർച്യൂണർ മാത്രമല്ല എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വാഹനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ചിലപ്പോൾ ഒരു 10 രൂപ കൂടിയെന്ന് വരും. എന്നാൽ നിങ്ങൾക്ക് സമാധാനത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം, സമാധാനത്തിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടെടുക്കുകയും ചെയ്യാം. വർക്ക്ഷോപ്പ് കേട്ടതിന്റെ ഗതി വരൂല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ഫോർച്യൂണർ പരിചയപ്പെടാം. അത് മോഡൽ എത്രയാണ്? 2014 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. റീ രജിസ്റ്റേർഡ് വാഹനമാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1,40,000. അത് ജെനുവിൻ ആയിരിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കും. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. സാധാരണ റീ വണ്ടികൾക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നാൽ നമുക്ക് ഇതിന് പറയാം. ഇതിന് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ,
ടയർ ഒരു ഏകദേശം ഒരു 60-70% ടയറും വരുന്നുണ്ടല്ലേ? ഓക്കെ. വണ്ടി നല്ല നീറ്റാണ് കേട്ടോ, പുറമെ കാണാനും കാര്യങ്ങളൊക്കെ നീറ്റാണ്, സെൻസറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടയറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ബോഡി ഭാഗങ്ങളും നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് കാണാൻ സാധിക്കും, എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC, ഇതൊക്കെ ഫോർച്യൂണറിന് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ ബാക്കിൽ എക്സ്ട്രാ ഒരു TV സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ജസ്റ്റ് TV സെറ്റപ്പും കാര്യങ്ങളൊക്കെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർച്യൂണറിൽ നിന്നുള്ള ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കൊടുക്കുക ഈ വാഹനം? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15.45. 15.45. നമ്പർ ആക്കിയിട്ടുള്ള വിലയാണോ? അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് 15.45. നമ്മളിപ്പോ പറയണതൊക്കെ നമ്പർ ആക്കിയിട്ടുള്ള. അതെ അതെ. അതിന് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും ഒരു ഫോർച്യൂണറിനെ പരിചയപ്പെടാം. ഇത് നമ്പർ ആയ വണ്ടിയാണോ അതോ കേരള വണ്ടിയാണോ? ഇത് കേരള വണ്ടി, ഒറിജിനൽ കേരള. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ അല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? കിലോമീറ്റർ 180. അത് സർവീസ്. പിന്നെ കേരള വണ്ടിയാണ്, നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബോഡി ഭാഗങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭാഗങ്ങളാണ്. ടയറൊക്കെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ. 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ വരുന്നത് അല്ലേ? ഒരുപാട് സ്കേർട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് സംഭവങ്ങളൊക്കെ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂളിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗ്ലാസ് ഒക്കെ. ഇന്റീരിയർ ഭാഗത്തൊക്കെ വന്നാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇന്റീരിയർ തന്നെ വരുന്നത്. 4 ഡോർ പവർ വിൻഡോ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ എടുത്ത് പറയാനൊന്നുമില്ല, എന്നാലും തിരക്കേടില്ലാത്ത ഇന്റീരിയർ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? 18.45 അല്ലേ? കേരള വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞിരുന്നോ? ഇതിന് സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ. 18.45 ഒറിജിനൽ കേരള വാഹനമാണ് കേട്ടോ. അപ്പം അതിന്റെ റേറ്റ് ആണ്. ഇത് ലോണൊക്കെ മാക്സിമം കിട്ടുമോ? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം? ഒരു ഏകദേശം 3 ലക്ഷം റേഞ്ച് നമുക്ക് കാണാം. ഓക്കെ. അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നല്ല ലോണും കിട്ടും, കാരണം കേരള വണ്ടിയാണ്. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു വീണ്ടും ഒരു വണ്ടി പരിചയപ്പെടാം. മോഡല് 2013. ഓണർഷിപ്പ് സെക്കൻഡ് തന്നെയാണല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,90,000. ഓക്കെ. ബോഡി ഭാഗങ്ങളൊന്നും തിരക്കേടില്ലാത്ത ബോഡി ഭാഗങ്ങളാണ്. ഇതിന് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. നമുക്ക് കസ്റ്റമേഴ്സിന് ഗ്യാരണ്ടി പറയാം. ഇതുമേ അത്യാവശ്യം തിരക്കേടില്ല. ഓട്ടോമാറ്റിക് ആണോ? ടു വീൽ ഓട്ടോമാറ്റിക് ആണ് ഇതും വരുന്നത്. അപ്പൊ ഈ 3 വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. ടയറും ആവറേജ് ടയറും. ഇന്റീരിയർ സൈഡിലോട്ട് വന്നാലും തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ് ഇതിനും വരുന്നത്. ഒരു മോശമായിട്ട് ഒന്നും പറയാനില്ല. സീറ്റ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എത്ര കൊടുക്കാം? 14 ലക്ഷം 14 ലക്ഷം അല്ലേ? ഇത് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് അല്ലേ? അത് ലോൺ ചെയ്യാൻ പറ്റി ഈ പ്രൈസിൽ? ലോൺ ചെയ്യാലോ. അപ്പൊ ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇതിൽ ഫോർച്യൂണർ സ്വന്തമാക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് 2 E-ക്ലാസ് പരിചയപ്പെടാം. ഇതിന്റെ കാണുമ്പോൾ ഒരുപോലെ ഉണ്ടെങ്കിലും മോഡൽ മാറ്റം കൊണ്ട് ഇന്റീരിയർ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ മാറ്റണ്ടല്ലേ? ഓക്കെ. 2012. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. റീ രജിസ്റ്റേർഡ് വാഹനല്ലേ? കേരളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 6,000. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഓക്കെ. കറക്റ്റ് കമ്പനി സർവീസ് അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ. ടയറും നോക്കുകയാണെങ്കിൽ ഒരു 60% ടയർ വരുന്നുണ്ട്. ബോഡി ഭാഗങ്ങളൊന്നും വലിയ തിരക്കേടില്ല അല്ലേ? കുറച്ച് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യാണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും വലിയ തിരക്കേടില്ല. നമുക്ക് ചെറിയ പ്രൈസിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനിപ്പോൾ മൈലേജ് ചോദിക്കാൻ പറ്റുമോ ഇതിനൊക്കെ? അപ്പോൾ ഇന്റീരിയർ ഭാഗത്തോട്ടൊക്കെ വന്നാൽ തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ് വരുന്നത്. സീറ്റും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ശിശിലോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. സൺറൂഫൊക്കെ വരുന്ന വേരിയൻ്റ് ആണ്. എത്ര കൊടുക്കാം? 10 ലക്ഷം 10 ലക്ഷം ആസ്കിംഗ് പ്രൈസ് അല്ലേ? നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് 10 ലക്ഷം റുപ്യ. ഇതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കൂലേ? ചെറിയ മാറ്റം. പിന്നെ ലോൺ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ? ലോൺ ചെയ്യാം. ഏകദേശം 80% ലോണും കിട്ടൂലേ? ഓക്കെ. അപ്പോൾ പ്രീമിയം വണ്ടി ലോണ് മോഡൽ പറഞ്ഞ വണ്ടിക്ക് ലോൺ കിട്ടാൻ സാധ്യത കുറവാണെന്ന് അതിന് ലോൺ നമുക്ക് കൊടുക്കാം അല്ലേ? മാക്സിമം ലോൺ കയറ്റും. 80% ലോൺ എടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് വീണ്ടും ഒരു E-ക്ലാസ് പരിചയപ്പെടാം. മോഡല് 2013. ഓണർഷിപ്പ് സിംഗിൾ. ഓക്കെ. സിംഗിൾ ഓണറാണ്. റീ രജിസ്റ്റേർഡ് വാഹനം, ഡൽഹി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇതും വലിയ തിരക്കേടൊന്നുമില്ല. സിംഗിൾ ഓണറാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ടാവും. കിലോമീറ്റർ 89,000. ഇത് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? അത് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞൂടെ? ഓക്കെ. സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും
വലിയ മോശം പറയാൻ പറ്റാത്ത നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. 2013 ആ ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അല്ലേ. ഓക്കെ, എത്ര കൊടുക്കാം? ആസ്കിംഗ് പ്രൈസ് നമ്മൾ 13.5. ലോൺ കിട്ടുമോ? ലോൺ ചെയ്യാം. ഇതിന് എത്ര ലോൺ കിട്ടും? ഏത് ഇതേപോലെ നമുക്ക് 80% നമ്പറാക്കിയിട്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ്, നമ്പറാക്കിയുള്ള റേറ്റ് ആണ്. നമുക്ക് ലോൺ ചെയ്യാം. നമ്മൾ തന്നെ നമ്പറാക്കി കൊടുക്കും. ലോണിലെ ഫെസിലിറ്റി ഒക്കെ നമ്മൾ ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു C ക്ലാസ് പരിചയപ്പെടാം. ചെറിയ ബഡ്ജറ്റിൽ ഒരു ലക്ഷറി വണ്ടി സ്വന്തമാക്കല്ലേ. മോഡൽ എത്രയാണ്? 2009 മോഡൽ. 9 മോഡല്. പക്ഷെ വണ്ടി കണ്ടാ 9 മോഡൽ ഫീൽ ചെയ്യില്ല. പക്ഷെ കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാണ്ട്. അത് നമ്മൾ ഡെലിവറി ടൈമിൽ ഒക്കെ വൃത്തിയാക്കി സെറ്റ് ആയി കൊടുക്കും. റീ രജിസ്റ്റേർഡ് വാഹനമല്ലേ. 8833 ഫാൻസി നമ്പർ ഉണ്ട്. സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ തിരക്കേടൊന്നുമില്ല. ബോഡി ഡെന്റോ ക്രാക്കോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഓണർഷിപ്പ് പറയാൻ പറ്റും ഇതിന്റെ? ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ടല്ലേ. കിലോമീറ്റർ 1,20,000. 1,20,000. അതൊക്കെ സർവീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. ബ്ലാക്ക് കളറാണ്, കുറച്ചുകൂടി ഡിമാൻഡും ഉണ്ടാവും കേട്ടോ. ബ്ലാക്ക് കളർ ആയതുകൊണ്ട്. C200 ആണ് വരുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്ഷേ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്റ്റീരിയറിനേക്കാൾ ഒന്നുകൂടി ഇന്റീരിയർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെലിവറി സമയത്ത് പുത്തൻ വണ്ടിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അതെ, സൺറൂഫ് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങിയില്ല. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ? കംപ്ലൈന്റ്സ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ലല്ലേ. എത്ര കൊടുക്കാം? 5.25 ലക്ഷം റുപ്യക്ക്. ഓക്കെ, 5.25 ലക്ഷം റുപ്യക്ക് നമുക്കൊരു പ്രീമിയം വണ്ടി, അതും C ക്ലാസ് ബെൻസ് സ്വന്തമാക്കാം. വൃത്തിയാക്കിട്ടൊക്കെ തരാം. ലോൺ കിട്ടും? ലോണ് ഇല്ല. സോറി, സേട്ട് ലോൺ അങ്ങനത്തെ മാക്സിമം റെഡി ക്യാഷ് ഉള്ളവർ മാത്രം വരിക. ഡെലിവറി സമയത്ത് പുത്തൻ വണ്ടിയാക്കിട്ട് കൊടുക്കും ചെയ്യാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യണം. ഈ റേറ്റും കാര്യങ്ങളൊന്നും അന്തിമമല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്ക് ഷെയർ ചെയ്തോ. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.